Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. OnePlusന്റെ ഏറ്റവും പുതിയൊരു വയർലെസ് ഹെഡ്ഫോൺ ആണ് OnePlus bulletz ബാസ് എഡിഷൻ. അതൊരു നെക്ക് ബാൻഡ് ആണ്. 2000 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കണ്ണടച്ച് കഴിയാൻ പറ്റിയ ഒരു കിടിലൻ ഹെഡ്ഫോൺ ആണ് ഈ ഒരു ഹെഡ്ഫോൺ. സോ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഹെഡ്ഫോണിന്റെ റിവ്യൂ ആണ്. ഈ ഒരു ഹെഡ്ഫോൺ ഞാൻ വാങ്ങിച്ചിട്ട് 2 മാസത്തിൽ പുറത്തായി. സോ നല്ലൊരു ലോങ് ടൈം റിവ്യൂ ആയിരിക്കും. സോ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഫുള്ളായി കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോ നടക്കാം. 9.2mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഈ ഒരു ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിക്കും. എന്നിരുന്നാലും ബാസ് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ കുറച്ചുകൂടി നല്ല ഡിവൈസസും അതുപോലെ തന്നെ ഓപ്ഷൻസും വേറെ ഉണ്ട്. എന്നാലും ഓവറോൾ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു മ്യൂസിക് എക്സ്പീരിയൻസ്, അതായത് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഇല്ല. ഈ ഒരു ഡിവൈസിൽ നെക്ക് ബാൻഡിന്റെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് ബട്ടൺസ് ലഭിക്കുന്നത്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും അതുപോലെ തന്നെ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സൽ ബട്ടൺ, കോൾ അറ്റൻഡ് ചെയ്യാൻ, റിജക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മ്യൂസിക് പ്ലേ, പോസ്, നെക്സ്റ്റ് ട്രാക്ക് അടിക്കാനും അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റിനെ വേക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ബട്ടണും ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ തന്നെയാണ് മൈക്കും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കോൾ ക്വാളിറ്റി നമുക്ക് ഈ ഒരു മൈക്കിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ബൈക്കിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിലും വിൻഡൊക്കെ അടിച്ചാലും ചെറിയ രീതിയിലുള്ള നോയിസ് ക്യാൻസലേഷൻ ഇതിന്റെ സോഫ്റ്റ്വെയർ ബേസിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുറത്തിരുന്ന് റിസീവ് ചെയ്യുന്ന ആൾക്ക് അത്യാവശ്യം നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഒരു ഓഡിയോ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഒരുപാട് കോളൊക്കെ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞതാണ്. നല്ല കോൾ ക്വാളിറ്റിയാണ് ഇതിനോടകം കിട്ടിയിട്ടുമുള്ളത്. ഇതിൽ മിസ്സിംഗ് ആയിട്ടൊരു ഫീച്ചർ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കിക്ക് ചേഞ്ച് ആണ്. ഇതിനു മുമ്പ് ഇറങ്ങിയ OnePlus bulletz സിയുടെ നോൺ ബാസ് എഡിഷനിൽ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും അത് അത്ര വലിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നത്തില്ല. എന്നാലും ക്വിക്കായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മറ്റതിനെ അപേക്ഷിച്ച് ഇതിൽ മിസ്സിംഗ് ആണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ചാർജിങ്ങും ഒരു ഒറ്റ ചാർജിൽ എനിക്ക് 2-3 ദിവസമൊക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു നല്ല ബാറ്ററി എങ്ങനെയാവണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ചാർജ് ചെയ്തെടുക്കുക. അല്ലാതെ പെട്ടെന്ന് ചാർജ് തീർന്നു പോയി ഉടനെ ചാർജ് ചെയ്തില്ലെങ്കിൽ ചാർജ് തീർന്നു പോകും എന്ന് നമ്മുടെ മനസ്സിൽ തോന്നി ചാർജ് ചെയ്യാനിടുകയാണെങ്കിൽ അതൊരു മോശം ബാറ്ററിയാണ്. അല്ലാതെ നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മാത്രം ചാർജ് ചെയ്യാനിടുകയാണെങ്കിൽ അത് നല്ലൊരു ബാറ്ററിയാണ്. സോ ഈ ഒരു കേസിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. സോ അതുകൊണ്ട് തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 15 മണിക്കൂർ കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. 17 മണിക്കൂറാണ് കമ്പനി പറയുന്നതെങ്കിലും 17 മണിക്കൂറും കിട്ടത്തില്ല. എന്നാലും 15 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ചാർജിങ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സെഗ്മെന്റിൽ മറ്റുള്ള ഹെഡ്ഫോൺസ് ഒക്കെ അപേക്ഷിച്ച് എക്സലന്റ് ചാർജിങ് സ്പീഡ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നത്. 10 മിനിറ്റ് കൊണ്ട് 10 മണിക്കൂർ ചാർജിങ് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. അത് അതേപടി കിട്ടുന്നുമുണ്ട്. പിന്നെ ഫുൾ ചാർജ് ആവാൻ നിങ്ങൾക്ക് 30 മിനിറ്റുമാണ് എടുക്കുന്നത്. എന്നാലും ഈ ഒരു ഡിവൈസിനെ വെച്ച് മറ്റു ഡിവൈസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മറ്റു ഡിവൈസിലെ 1.5 മണിക്കൂറൊക്കെയാണ് സാധാരണ ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. എന്നാൽ ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 12 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഇയർഫോൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഓൺ ഓഫ് ബട്ടൺ ലഭിക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇയർ ടിപ്സ് രണ്ടും യോജിപ്പിച്ചാണ് ഇത് ഓഫ് ആക്കുന്നത്. അതുപോലെ തന്നെ ഇത് രണ്ടും ഡിറ്റാച്ച് ചെയ്താൽ ഇത് ഓൺ ആവുകയും ചെയ്യും. സോ അത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാര്യം ഇയർഫോൺ എടുക്കുമ്പോൾ എപ്പോഴും ഓൺ ആക്കാനായിട്ട് ഒരു സ്വിച്ച് ഞെക്കണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞ് ഒരു സ്വിച്ച് ഞെക്കി ഓഫ് ആക്കണ്ട. ജസ്റ്റ് ഇതൊന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ബാറ്ററി സേവിങ്ങും ഈ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് കുറച്ചധികം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. ബട്ടൺ ആണെങ്കിൽ നമ്മൾ ഞെക്കാനായിട്ട് അങ്ങനെ ബാറ്ററി ഡ്രെയിൻ ആയി പോകും. എന്നാൽ ഇങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് അറ്റാച്ച് ചെയ്തിട്ടിരുന്നാൽ മതി, ഡിവൈസ് ഓഫ് ആയിക്കോളും. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. എന്നാലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ലൈറ്റ് വെയിറ്റുമാണ്. പിന്നെ ഇത് നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കയ്യിൽ തന്നെ നമുക്ക് ഇറക്കി പിടിച്ചിട്ട് ഒരു പോക്കറ്റിൽ ഇടാനൊക്കെ സാധിക്കും. അത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫിറ്റും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് സ്മോൾ, മീഡിയം, ലാർജ് എന്നീ 3 ഇയർബഡ്സ് ആണ് ലഭിക്കുന്നത്, ഇയർ ടിപ്സ് ആണ് ലഭിക്കുന്നത്. ഞാൻ സ്മോൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി. 2-3 മണിക്കൂറൊക്കെ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരുന്നാലും നമുക്ക് അത്ര വലിയൊരു ചെവി വേദനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും വരത്തില്ല. ചില സമയത്ത് വച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെവിക്കുള്ളിൽ ഇരിക്കുന്നത് പോലും ഫീൽ ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നെക്ക് പെയിനോ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഈ ഒരു ഇയർഫോൺ നമ്മൾ കഴിച്ചിടുന്നതുകൊണ്ട് വരുന്നതുമില്ല. നല്ല സൗണ്ട് ക്വാളിറ്റി, എക്സലന്റ് ബാറ്ററി ആൻഡ് ചാർജിങ്, അതുപോലെ തന്നെ ഇതിന്റെ ലുക്സ്, കംഫർട്ടബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഡിവൈസ് ഓപ്ഷണലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം എല്ലാവർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇയർഫോൺ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാസ് ഉണ്ട്, നല്ല മിഡ്സ് ഉണ്ട്, ഹൈസ് ഉണ്ട്.
അതുപോലെ തന്നെ നല്ല ബാറ്ററി ലൈഫ് എല്ലാം ഒരു ഒത്തിരി ഒരു ഇയർഫോണാണ് ഈ ഒരു 2000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്യുക. ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് ചെയ്യാം. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഇസ്മി അർജുൻ സൈനിങ് ഓഫ്. ബൈ.